കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കടുത്ത ജലക്ഷാമം നേരിടുകയാണ് ബംഗളൂരു. കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത സ്ഥിതി. കടുത്ത വേനൽ ജനജീവിതത്തിന്റെ താളം തെറ്റിക്കുകയാണ്. അതിനിടയിൽ തളിർത്തു നിൽക്കുന്ന ചില കാഴ്ചകളുമുണ്ട് ബംഗളൂരുവിൽ. ബംഗളൂരു മലയാളിക്ക് രണ്ടാമത്തെ വീടാണ്. പ്രിയ നഗരമാണ്. ഒരു വലിയ വിഭാഗം മനുഷ്യരുടെ പ്രതീക്ഷയും പറുദീസയുമാണ്. ബംഗളൂരുവിന്റെ മറ്റൊരു വശം പറയാം, ജലക്ഷാമം. ചിലയിടങ്ങളിൽ കുടിവെള്ളം പോലും കിട്ടാത്ത സ്ഥിതി. ജലം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ കർശന നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ബംഗളൂരു വാട്ടർ സപ്ലൈ ആൻഡ് സിവറേജ് ബോർഡ് വാഹനങ്ങൾ വൃത്തിയാക്കുന്നതിനോ പൂന്തോട്ട പരിപാലനത്തിനോ കെട്ടിട നിർമ്മാണത്തിനോ ഒക്കെ വേണ്ടി വെള്ളം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ വെള്ളമില്ലെങ്കിലും ഉദ്യാന നഗരത്തിന്റെ ഭംഗി ഒട്ടും കുറയുന്നില്ല. തളിർത്തു നിൽക്കുന്ന പൂക്കൾ ഇപ്പോഴും കാണാം. സിറ്റിയിലേക്ക് ചെല്ലണം. ഉദ്യാന നഗരം, ഗാർഡൻ സിറ്റി പോരാ, പിങ്ക് സിറ്റി. കാരണം പിങ്ക്, ലാവൻഡർ നിറങ്ങളിലുള്ള പൂക്കളെ കൊണ്ട് ആകെ മനോഹരിയായിരിക്കുകയാണ് നമ്മുടെ ബംഗളൂരു. ടബീബിയ എന്നറിയപ്പെടുന്ന പിങ്ക് പൂക്കളുണ്ട്. അതേ കുടുംബത്തിൽപ്പെട്ട സ്വർണ്ണവർണ്ണമാർന്ന മഞ്ഞ പൂക്കളുണ്ട്. ഇളം നീല നിറത്തിലെ ജക്കരാന്ത അഥവാ കുഞ്ഞു കോളാമ്പി പൂക്കൾ, പൂത്തുലഞ്ഞ പവിഴമല്ലി. പുഷ്പങ്ങളിങ്ങനെ റോഡിന്റെ ഇരുവശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയുടെ അനുഭൂതി വൻ വൈബാണ്. ഒരു കൊച്ചു കാറ്റങ്ങാൻ വന്നുപോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പൊഴിഞ്ഞ പൂക്കൾ പരവതാനി വിരിച്ച പോലെയുള്ള വീഥികൾ. കബ്ബൺ പാർക്കിൽ, വൈറ്റ് ഫീൽഡിൽ, സെൻട്രൽ ലൈബ്രറിയിൽ, ലാൽബാഗിൽ, കോറമംഗലയിൽ നിറം ചോരാതെ പിങ്ക് സിറ്റിയെ കണ്ട് ആനന്ദിക്കാം. സേതുറാം ഗോപാൽ റാവു നെഗിൻഹാൽ എന്ന SG നെഗിൻഹാൽ എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ ദീർഘവീക്ഷണമാണ് ഈ ബ്ലൂമിന്റെ പിന്നിൽ. നഗരം പൂത്തുലയാൻ അദ്ദേഹം 1.5 മില്യൺ വൃക്ഷത്തൈകളാണ് 1981 മുതൽ വെച്ചുപിടിപ്പിച്ചത്. ഒരു കാര്യം കൂടി പറയാം, ഈ മാസം അവസാനിക്കുന്നതോടെ ഈ കാഴ്ചയും തീരും. കാര്യം ശരിക്കുമുള്ള ചെറി ബ്ലോസം ഒന്നും അല്ലെങ്കിലും നമുക്ക് ഈ കാഴ്ച ചെറി ബ്ലോസത്തിനേക്കാൾ ഒട്ടും മാറ്റം കുറഞ്ഞതല്ല, ചേലം കുറഞ്ഞതല്ല. സോ നമ്മ ബംഗളൂരു പിങ്കിൽ കാണണമെങ്കിൽ വേഗം വിട്ടു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. നമ്മുടെ നിഷ അജിത്താണ് ബംഗളൂരുവിലെ കാഴ്ചകൾ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്.